എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. നമ്മുടെ ശ്രീകുട്ടൻ്റെ പുതിയ ലഞ്ച് ബോക്സാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ ആണ് കേട്ടോ. ശ്രീകുട്ടൻ ഭവൻസിലാണ് ഓടിക്കണത്. അത് കാരണം കൊണ്ട് അവർക്ക് നോൺ വെജ് അലൗഡല്ല, ഈവൻ മുട്ട പോലും. അപ്പോൾ നമ്മൾ വെജ് മെനു എങ്ങനെ ഉണ്ടാക്കണേ ശ്രീന്ന് ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ശ്രീകുട്ടൻ്റെ വെജ് മെനു കാര്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ലഞ്ച് ബോക്സാണ്, നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ചോപ്പ് സ്റ്റിക്ക്, ഫോർക്ക്, സ്പൂണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇപ്പോൾ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല, പക്ഷെ അവനത് യൂസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് ഞാൻ നോക്കി മേടിച്ചതാ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാ. നല്ല ബോക്സാട്ടാ. താഴത്ത് വീണ മുകളിലത്തെ അടപ്പ് പൊട്ടിപ്പോവെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാത്രമായിട്ട് ഫീൽ ചെയ്തു. 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ മക്കളുടെ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റണത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. എല്ലാവർക്കും പറ്റാറില്ല. പറ്റണവർ ഭാഗ്യവാന്മാരെന്ന് പ്രാർത്ഥിക്കണം. പറ്റാത്തവർക്ക് പറ്റത്തേ എന്ന് ആഗ്രഹിക്കുന്നവരെ മക്കൾക്ക് അവരാഗ്രഹിച്ച പോലെ ഒരു ജീവിതം മക്കൾ കുറച്ചുകൂടി വലുതാകുമ്പോഴല്ല ആഗ്രഹിക്കുക. അവരെ മക്കൾക്ക് കൊടുക്കട്ടെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇളയമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇളയമ്മ ഓടിപ്പോയി അവിടെ പപ്പക്കായ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമൂന്ന് ഒരു പപ്പക്കായ പൊട്ടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ റെഡ് ലേഡി വലുതാവും കേട്ടോ. ശ്രീകുട്ടൻ്റെ കാലത്ത് നമ്മൾ ഇതുപോലെ പപ്പക്കായ ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ലഞ്ചിലോ സ്നാക്കിലോ ഒക്കെ നമ്മൾ പപ്പക്കായൊക്കെ ആഡ് ചെയ്തിട്ടാണ് വിടാറ്. മിക്കതും ഇവിടെ ഫ്രൂട്ടായിട്ട് പപ്പക്കായ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോഴേക്കും കാലത്ത് തന്നെ നമ്മുടെ ഇക്ക വന്നു മീൻ കൊണ്ട്. അപ്പോൾ ഇക്കയുടെ കയ്യിൽ നിന്ന് വലിയ മീനൊരെണ്ണം മേടിച്ചു. വലിയ മീനെല്ലാം മേടിച്ചത് ഇവിടെ നമ്മൾ സി ഡി മുള്ളൻ, അല്ലെങ്കിൽ നമ്മളിവിടെ എന്താ പറയുന്നത്, ആവൂലിമുള്ളൻ എന്നാണ് പറയുക. അതാണ് മേടിച്ചത് കേട്ടോ. പിക്ക പറയായിരുന്നു ചാളയുണ്ട് അയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇക്കോടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിന്ന് മീൻ മേടിച്ചു. ശ്രീകുട്ടന് മീനൊന്നും പറ്റില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് ചോറിൻ്റെ ഒപ്പം മീനോ ചിക്കനോ അങ്ങനെ എന്താണോ നോൺ വെജ് ഉള്ളത് അത് കൂട്ടിയിട്ട് ചോറ് കൊടുത്തു വിടും. ഒരു ഗ്ലാസ് പാല് കൊടുത്തു വിടും. അങ്ങനെയാണ് പതിവ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അവൻ കൂടുതലും നോൺ വെജ് കഴിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് സത്യം പറഞ്ഞാൽ വെജിറ്റബിൾ മെനു ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നാറുള്ളത്. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കഴിക്കണം. അപ്പോൾ നോൺ വെജായിട്ടും വെജായിട്ടും ഒക്കെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ് ഒരു വസ്തുത. കുറച്ച് നാളുകളായിട്ട് കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഒഴിവാക്കിയിട്ട് ശർക്കരയിൽ എന്തെങ്കിലും പൊടികൾ, ഇപ്പോൾ നമ്മൾ കായപ്പൊടി, റാഗിപ്പൊടി, ഞാനിപ്പോൾ ഇവിടെ സഞ്ജീവനിയുടെ പൊടി നമ്മളന്ന് യോഗയുടെ ക്ലാസ്സിൽ പോയപ്പോൾ മേടിച്ചതാണ്. അതാണ് കുറുക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പാലിന് പകരം ഈ വക സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. എത്ര നാൾ നമുക്ക് പാലൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അതിലിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിള്ളേരൊക്കെ കുറേ ഇതുപോലെയുള്ള പൊടികളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ സൗഖ്യയുടെ കണ്ണങ്കായ പൊടി, അതുപോലെ തന്നെ റാഗിപ്പൊടി, മില്ലറ്റ്സിൻ്റെ പൊടികളൊക്കെയാണ് കാണിച്ചു തന്നത്. അതൊക്കെ ഭയങ്കര ഹെൽത്തിയും അതുപോലെ തന്നെ നമ്മുടെ വയറ് ഒരു 3-4 മണിക്കൂറിലേക്ക് ഭയങ്കര ഫില്ലായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. അതിൽ കുറച്ച് നാളികേരം കൂടി ചിരകിയിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പായസം മോഡൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിള്ളേരത് കഴിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ കഴിക്കാൻ മടിയായ കാരണം കൊണ്ട്, അവന് കഴിക്കാൻ മടിയായ കാരണം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള റൈസുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ടൊമാറ്റോ റൈസ്, വെജിറ്റബിൾ റൈസ്, മസാല റൈസ്, അങ്ങനെ മാഗി റൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇവിടെ ചെയ്യുക, നമ്മൾ ഈ അരി ഉണ്ടല്ലോ നമ്മുടെ ബിരിയാണി അരി, അത് ഞാൻ കുറച്ച് അധികം വേവിച്ച് വയ്ക്കും. കാരണം അവനാകെ 2 ടീസ്പൂണാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു 2-3 ദിവസത്തേക്കുള്ളത് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാലത്ത് കുറച്ചും കൂടി എളുപ്പമാവും. അത് നമ്മൾ കുറച്ച് നാരങ്ങ നീരും ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിൽ ഒരൊറ്റ വിസിലേ കേൾപ്പിക്കുള്ളൂ. അതായത് ഒരു 85% ഒക്കെ വേവാനേ അനുവദിക്കുള്ളൂ. ബാക്കി ഉള്ളിൽ ഇടുന്നിട്ട് വെന്തോളും എന്ന് വിചാരിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ വെജിറ്റബിൾസ് ആയ കാരണം കൊണ്ട് നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ആഡ് ചെയ്യേണ്ട കാരണം കൊണ്ട് അങ്ങനെയുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. കാലത്ത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഈ കാര്യം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. കാരണം അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ
തിന്നാൻ, ഗാന്ധിജി പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നണതെന്നെങ്കിലും നമ്മളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ എന്ന്. അപ്പം നമ്മുടെ സോയാ ചങ്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. അത് കാരണം കൊണ്ടാണ് എനിക്ക് അത് കാര്യമായിട്ട് ഷൂട്ട് ചെയ്ത് പിടിക്കാൻ പറ്റാത്തത്. ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സോയാ ചക്കൊക്കെ ഉണ്ടല്ലോ ഉപ്പിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ വറുത്ത് കൊടുത്ത് വിടുക ചെയ്യുക. ലൈക്ക് ബീഫൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അവർക്കത് കഴിക്കാനും എളുപ്പമുണ്ടാവും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടിയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെക്കാറുണ്ടല്ലോ. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് സോയാ ചക്കയിൽ നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടി 10-20 മിനിറ്റ് വെച്ച് വേപ്പിൻ്റെ ഇലയും കടുകും ഒക്കെ പൊട്ടിച്ച് നമ്മളതിൽ തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അതിന് ഒരു പക്ക ബീഫിൻ്റെ ഒരു ടേസ്റ്റും അതോടൊപ്പം തന്നെ ഒരു കാണാനൊരു ലുക്കും എന്നാൽ പ്യുവർ വെജായിട്ടുള്ള ഒരു ഡിഷായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കൽ അവർക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. അയ്യോ ഉച്ചയ്ക്ക് ഇത് കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവർ കാലത്ത് തൊട്ട് ഉച്ചവരെ ഇരിക്കേണ്ട സമയം അങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ മുരിങ്ങയില കൂട്ടിയിട്ടും മുട്ട പൊരിച്ചതൊക്കെയാണ് നമുക്ക് തരാറെന്നുണ്ടെങ്കിലും നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ചാനലൊക്കെ ഉള്ള കാരണം കൊണ്ട് നിങ്ങൾക്കത് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു വരുമാനം കൂടിയാണെന്ന് മാത്രം. ഇതല്ലാത്ത ദിവസങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോണത്. ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ എൻ്റെ വേർഷനാണ് കേട്ടോ. ഇതിൽ പല റെസിപ്പികളും പല രീതിയിലും ഉണ്ടാക്കും. എക്സാക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കിട്ടുമല്ലോ. ശ്രീയുടെ വേർഷനല്ലേ വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു കുഞ്ഞ് കഷ്ണം ക്യാരറ്റ്, തക്കാളി, ഒരു ഹാഫ് ടൊമാറ്റോ, നമ്മുടെ സവോള എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇത് ശ്രീകുട്ടന് മാത്രമുള്ളതും പിന്നെ ഇങ്ങനെ ഇച്ചിരി എനിക്കുള്ളതും കൂടി ഉണ്ടാക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് ആരും ഇവിടെ സാധാരണ ചോറാണ് കഴിക്കുക. നമുക്ക് പണിക്കാരുള്ള കാരണം കൊണ്ട് പിന്നെ ചോറും കറികളും വേറെ സെപ്പറേറ്റ് വെക്കേണ്ടി വരും. 4 മണിക്ക് വന്നിട്ട് ശ്രീകുട്ടൻ ചോറ് തന്നെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. എന്നും ഈ ടൊമാറ്റോ റൈസും കാര്യങ്ങളും നമ്മൾ കൊടുത്തു വിടില്ല. ചില ദിവസം സാൻഡ്വിച്ച്, ചില ദിവസങ്ങളിൽ അപ്പം, ദോശ, ഇഡലി ഒക്കെ കൊടുത്തു വിടും. ഇന്നിപ്പോൾ ഇതാണ് മെനു എന്നുള്ളൂ കേട്ടോ. ഇത് വെച്ച് എല്ലാവരും ജഡ്ജ് ചെയ്യണ്ട എന്നിങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഷ്ണങ്ങളായിട്ടുള്ള സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മളെപ്പോഴും ഞാൻ പറയാറില്ലേ, കുക്കിംഗ് എപ്പോഴും നമ്മുടെ ഒരു വേർഷനാണ്, നമ്മുടെ ഒരു രീതിക്കാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകാന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മാഗി മസാല ഇട്ടിടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നമ്മുടെ മാഗി മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ഇങ്ങനെ ബേക്കേഴ്സിൻ്റെ ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അത് മേടിച്ചു കൊടുക്കാം. ഒരല്പം മുളക് പൊടി, അത് മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടാനൊന്നും വേണമെന്നില്ല. ഇപ്പം നമ്മൾ ഇത്തിരി ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒപ്പം നമ്മുടെ ഇത് ഇട്ട് കൊടുത്തത്, സോയാ ചങ്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ടൊമാറ്റോ റൈസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, 1 കപ്പ് ചോറ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആ പുതിയ ചോറ് പാത്രത്തിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ചോറും പാത്രത്തിൽ ഇന്നങ്ങനെ ഫുഡാക്കാം. ഫോർക്ക്, നമ്മുടെ സ്പൂണ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അടിയിലത്തെ ഒരു തട്ടിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. മുകളിലത്തെ തട്ടിലാണ് 3 കമ്പാർട്ട്മെൻ്റ് ഉള്ളത്. അതിൽ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സോയാ ചക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് എന്നും ഉൾപ്പെടുത്താറുണ്ട്. ഫ്രൂട്ട്സ് അവന് പൊതുവേ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഡ്രൈ നട്ട്സുകളായിട്ട് ഇപ്പോൾ ആൽമണ്ട് സംഭവങ്ങൾ ഒക്കെ വീട്ടിൽ വെച്ചിട്ടേ കഴിക്കാറുള്ളൂ. കാരണം അത് സ്കൂളിലേക്ക് കൊണ്ടുപോകൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, എനിക്ക് മാനസികമായിട്ട്. അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും, ശ്രീകുട്ടൻ്റെ സ്കൂൾ അങ്ങനെ ഇല്ല, എന്നാൽ എല്ലാ കുട്ടികൾക്കും അത് അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അഥവാ നമ്മൾ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം അവൻ്റെ ചുറ്റും അവൻ്റെ ഗാങ്ങിന് മൊത്തം ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ കൊടുത്തു വിടും. ആപ്പിൾ ആയാലും അങ്ങനെയൊക്കെ തന്നെ ഒരു ഫുൾ ആപ്പിൾ നമ്മൾ മൊത്തം വെക്കും. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പോർഷൻ നമ്മൾ അങ്ങനെ വെക്കുന്നത്. പക്ഷേ ശ്രീകുട്ടൻ പറയാറുണ്ട് അമ്മ ചോറ് വരെ കിട്ടാറില്ല എന്ന്. കാരണം അവർ മൊത്തത്തിൽ ഷെയർ ചെയ്താണ് കഴിക്കുക. പിന്നെ ആൺകുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ അറപ്പും വെറുപ്പും മടികളും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഇവിടെ മിക്കതും കാലത്ത് സ്നാക്കിലേക്ക് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതും എഗ്ലെസ് ബ്രെഡ് നമ്മൾ നോക്കി മേടിക്കും.
കാലത്തെ ഫുഡിൽ എപ്പോഴും നമ്മൾ നോൺ വെജ് ഉൾപ്പെടുത്തുന്നു പറയാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയാണ്, അത് ബ്രെഡിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ച് വെച്ചിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സ്കൂളിലേക്ക് മാത്രമായിട്ടുള്ള ഇത് എന്താ പറയുക, മറ്റേ ഇത് വേണം, സാൻഡ്വിച്ച് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്പ്രെഡുകൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കും കേട്ടോ. ഈ മയോണൈസും അതുപോലെ തന്നെ പിസ്സ സ്പ്രെഡും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് അധികം ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെക്കും. അതോടൊപ്പം തന്നെ നമുക്ക് തക്കാളിയോ കുക്കുംബർ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ലൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഞാൻ കുറച്ചൊരു ടേസ്റ്റിന് നമ്മുടെ ഒനിയൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒനിയൻ പൊതുവെ അവന് ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഇന്ന് അരിഞ്ഞു വെച്ചപ്പോൾ അത് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഫുൾ സ്ലൈസ് നമ്മുടെ ചീസും കൂടി വെച്ചിട്ട് നമ്മുടെ ഈ ടോസ്റ്റർ ഉണ്ടല്ലോ, ടോസ്റ്റർ എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അതിൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത് കൊടുക്കും. ചില സമയങ്ങളിൽ ചപ്പാത്തി സെയിം പ്രോസസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അതാണ് ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്കുള്ള സ്നാക്ക് എന്ന് പറയുന്നത്. ഇത് കാലത്ത് കഴിച്ചിട്ട് പോകാനുള്ളതാണ് കേട്ടോ. മുട്ട നമ്മൾ ആദ്യം ഒഴിക്കുക, അടിച്ചു വെച്ചത്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് വെക്കുക. വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വേവിക്കാൻ വെക്കണില്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ സ്ലൈസ് ചെയ്ത ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കുക. 2 നേരം ചീസൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഇന്നിപ്പോൾ ഇത്തിരി ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ച് ഇതിനെ മടക്കി കൂട്ടി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കാലത്ത് നമുക്ക് കഴിച്ചിട്ട് പോകാനുള്ള എന്താ പറയുക സാൻഡ്വിച്ചും ആയിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഇറച്ചി മീനൊക്കെ കൂട്ടി ചോറ് കൊടുത്തിട്ടാണ് വിടാറുള്ളത് കേട്ടോ. നമ്മുടെ സാധാരണ ചോറില്ലേ, കുത്തരി ചോറ്, അപ്പോൾ ചെമ്പാവ് ചോറ്, ചെമ്പാവിൻ പുന്നില്ലിയും ചോറും അങ്ങനെ ഒരു പാട്ടില്ലേടാ. അപ്പോൾ ആ ചോറ് കൊടുത്തിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മുടെ കറികളും അതുപോലെ നമ്മുടെ കറികളല്ല, സ്നാക്കിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കാലത്ത് എന്തായാലും സെറ്റ് ആയിക്കോളും. അപ്പോൾ കാലത്ത് ചോറുണ്ടിട്ട് പോവും, പിന്നെ ഈ സ്നാക്ക് കഴിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ആകുമ്പോഴേക്കും ഫുഡ് സെറ്റ് ആവൂട്ടാ. അപ്പോൾ ഇതാണ് ശ്രീകുട്ടൻ്റെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത്. കാലത്ത് കഴിച്ചിട്ട് പോകാനുള്ള സാൻഡ്വിച്ച്, അതുപോലെ തന്നെ കാലത്ത് ഒരു 10 മണിയാകുമ്പോഴാണ് അവരെ സ്നാക്ക് ടൈം, ആ സമയത്ത് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ആയിട്ട് ഇത് കളർഫുൾ ആയിട്ടുള്ള ലഞ്ച് റെഡി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.